ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായില്ലേ വന്നിട്ടല്ലേ. ഞാൻ ഇപ്പോൾ ഒരു ക്ലിയർ ആയില്ലായിരുന്നേ. അപ്പോൾ അപ്പുറത്തെ വീട് വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ സാധനം എല്ലാം പെറുക്കിക്കൊണ്ടൊക്കെ വരണമായിരുന്നു. അങ്ങനെ ഓരോ പണിയായിരുന്നു. പിന്നെ എനിക്ക് തീരെ വയ്യുകയും ചെയ്യായിരുന്നു, പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനും മോനും കൂടെ പെരായൂർ പോയിട്ട് വന്നപ്പോൾ മീൻ മേടിച്ചുകൊണ്ട് വന്നു, കേദൽ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതൊരു വീഡിയോ ആക്കാം, എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തന്ന് നമുക്ക് ഒന്നിച്ച് പോയി അത് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പോയാലോ, നമുക്ക് കറി വെക്കാം കേട്ടോ. ബാ, ഒന്നിച്ച് പോകാം. എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ എണ്ണ ചൂടായി കടുകിടുവാണ്. കടുകിടട്ടെ. അവിടുത്തെ അപ്പുറത്തെ വീട്ടിലത്തെ അലക്ക് മെഷീൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാണ്. ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്, സൈഡ് ഇതായിട്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇടണം. പൊട്ടട്ടെ കേട്ടോ, താമസം ചൂടാവാൻ. ചട്ടി ചൂടാവുന്നതിന് മുമ്പ്, എണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുകിട്ടു. സ്പീഡായി. മോന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗത്തിലുണ്ടാക്കുന്ന കറിയല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ ഉലുവയും കൂടി ഇട്ടു കേട്ടോ, കുറച്ച് ഉലുവ. ഞാൻ ചക്കക്കുരു തോറും വെച്ചിട്ടാണ് പോയത്. അപ്പം മീൻ മേടിച്ചപ്പം വേഗം കറി വെക്കുവാണെങ്കിൽ അമ്മമാർക്കും എല്ലാവർക്കും അതൊരു ഇതാവില്ലേ. എണ്ണ ചൂടായി വരുന്നു, കടുക് പൊട്ടി വരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടണം. കരിവേപ്പിലേക്ക് ഇനി മെയിൻ താരങ്ങൾ. ചെറിയുള്ളി ഒന്നും പൊളിക്കാൻ നേരമില്ലാത്ത കാരണം ഞാൻ ഒരു സവോള കൊത്തി അരിഞ്ഞെടുത്തു കേട്ടോ. നമുക്ക് നമ്മൾ എളുപ്പമുള്ള പണികളല്ലേ വേറെ നോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അടിയൊന്ന്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നല്ല സ്പീഡാണ്, സമയം പോയില്ലേ, അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇത് കൂട്ടുകാരും ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ. കുറച്ച് ഉപ്പിടാം. അതിന് കണക്കായിട്ടങ്ങ് ഇട്ടാൽ മതി. മീൻ കറിക്കും കൂടിയുള്ള ഉപ്പ് ഇടാം. ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടെന്ന്. അധികം സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. അധികം സംസാരിക്കുമ്പോൾ ചുമയൊക്കെ കഴിഞ്ഞു, ക്ഷീണം കൂടുന്നു. ഒരു തക്കാളിൻ്റെ പകുതി, പച്ചമുളക്, ഇത് കണ്ടോ, ഇവിടെയാണ് അലക്ക് മെഷീൻ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് മാറ്റും. ഇന്നത് നന്നാക്കാൻ, അത് ശരിയാക്കാൻ വേണ്ടി ആ ചേട്ടൻ വരുന്നുണ്ട്, ബോബി ചേട്ടായി വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് വെക്കുക, അന്നേരം ഇവിടെ ക്ലിയർ ആവാൻ പറ്റുള്ളൂ. കാരണം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നിട്ട്. വേഗം പാടല്ലേ. എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ലേ, കേൾക്കൊന്നും പറ്റുന്നില്ലേ. ഇത് വാടി കഴിഞ്ഞിട്ട് കാണിക്കാമേ. അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളിടാം. മെയിൻ താരം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ലേശം ഇടണം കേട്ടോ. കേദൽ മീനിനൊക്കെ ആകുമ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ നല്ല ഇത് വേണം. നന്നായിട്ടൊന്ന് മീനിനൊക്കെ ഇച്ചിരി എരിവുണ്ടെങ്കിൽ കാര്യമുണ്ട്. ഇതാ ഇത്രയും മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കുക.
അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇടാം. എരിവെള്ള മുളക് കേട്ടോ. അത് ഒരു 3 സ്പൂണ്. നമുക്ക് ഇച്ചിരി കളർ വേണ്ടേ, കളറിന് വേണ്ടി ഇത് ഇടാം. കളർ കിട്ടാൻ വേണ്ടി 2 സ്പൂണ്. ഇനി ഇത് നന്നായിട്ട് അങ്ങനെ ഇളക്കുക. കൈപിടി. മമ്മീൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന പ്ലക്കറാണ്. നിങ്ങൾ ഓർക്കില്ലേ, പഴയ രീതിയിലാണ്. നന്നായിട്ട് ജോയിൻ്റായി മൂത്തോട്ടോ. പച്ചമണം ഇതെല്ലാം മാറി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഇടാം. ഇതാ കൊടംപുളിയാണ്. കൊടംപുളി ഒരു 3 കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊടംപുളി ഇട്ട് നമുക്ക് വെള്ളം ചേർക്കാം. അരപ്പിനുള്ള വെള്ളം. നോക്കട്ടെ, ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നല്ലോ നേരത്തെ, കണക്കട്ടോ. ഇനി ഇത് തിളച്ചൊന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ ഇത് മൂടി വെക്കാം. അപ്പം നമ്മുടെ മീൻ തിളച്ചു. ഇനി നമുക്ക് മീനിലേക്ക് കഷ്ണം ഇടാമേ. അത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. നമ്മൾ വേഗം നമ്മൾ പാകത്തിനുള്ള ചാറിലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇടാം. അതിലേക്ക് പെറുക്കിയിടാം. ഒരു ഇതിൻ്റെ തല മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈഡിലിട്ട് കൊടുക്കാമല്ലേ. അതിൽ കൊള്ളൂല്ലെന്ന് തോന്നുന്നു. തല നമുക്ക് വേറെ കറി വെക്കാം. അതായിരുന്നു നല്ലതല്ലേ. തല നമുക്കൊരു ദിവസം കറി വെക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇതിലിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം കറി വെക്കുന്ന കാണിച്ചു തരാം. അപ്പം നമ്മുടെ മീൻ കഷ്ണം എല്ലാം ഇട്ട് ഇളക്കേണ്ടതാണ്. ഇനി ഇതിവിടെ ഇന്ന് നന്നായിട്ട് അടിപൊളിയായി കുറുകട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അടുപ്പ് ചുട്ടും നോക്കട്ടെ. അടിപൊളിയായിട്ട് നല്ല കൊഴുമ്പനായി കേട്ടോ. പറ്റി കുറുകി. പാകത്തിന് പുളി, പാകത്തിന് ഉപ്പ് എല്ലാം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യണം. പച്ച വെളിച്ചെണ്ണ ലേശം എടുത്തിന് ഒഴിക്കണം ഇതിലേക്കൂടെ. ഇനി കുറച്ച് കരിവേപ്പില ഇങ്ങനെ തൂളണം. ഹൈവ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി നമുക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ എങ്ങനെയുണ്ടെന്ന് കൂട്ടി കാണിച്ചു തരാമേ. കറിയൊക്കെ വാങ്ങി നന്നായിട്ട് കുറുകി നല്ല സെറ്റായി കേട്ടോ. എൻ്റെ കൂട്ടുകാർ നോക്കിക്കേ, ആവി വറക്കുന്ന നോക്കിക്കേ, ഉണ്ടല്ലേ. നന്നായിട്ട് കുറുകി കഷ്ണമൊക്കെ എരിവൊക്കെ പിടിച്ച് നല്ല സെറ്റായി. ഈ കറി ഇന്ന് കൂട്ടരുത് കേട്ടോ, നാളെ കൂട്ടണം. നാളെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ്. പുളിമുളക് ഇട്ട് വെക്കുന്നത്, കുടംപുളി ഇട്ട് വെക്കുന്നത് നല്ല അടിപൊളിയാണ്. പിന്നെ ഇന്ന് കൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, ചോറിന് കറി വേണ്ടേ. അപ്പം ഞാൻ നോക്കട്ടെ, കൂട്ടുകാരെ കാണിച്ചില്ല. അത് നല്ല എരിവുണ്ട്, നല്ല പുളിയും ഉപ്പും, നല്ല സൂപ്പറാട്ടോ. ഹൈവ, നല്ല സൂപ്പറാട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. അടിപൊളി കറിയാട്ടോ. അപ്പോൾ കേതൽ മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണേ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനത്തെ വേറെ ഇതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇത് നമ്മുടെ പെട്ടെന്നുള്ള താട്ടുമൂട്ട് മീൻ കറി വെക്കൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം, കമൻറ്റായി വിടണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബായ്. അപ്പം ചോറ് നമ്മൾ കഴിക്കാൻ എടുത്തിട്ട്, അപ്പോൾ ചോറ് കണ്ടേ നമ്മുടെ
നല്ല കേതൽ കറി വെച്ചത്, പുളി മുളക് ഇട്ട് വെച്ചത്, ചീരത്തോരൻ, ചമ്മന്തിപ്പൊടി, ചക്കക്കുരു തോരൻ, കേതൽ വറുത്തത് കേട്ടോ. അപ്പം നമ്മൾ ചോറ് കഴിക്കട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും കഴിക്കണം കേട്ടോ. അപ്പം നമുക്ക്